മെഹർജാൻ ബർസാൻ, അതായത് ഹായിലിൻ്റെ ലൈഫ് എന്നുള്ളത് രാത്രിയാണ് തുടങ്ങുന്നത്. അത് ഈ ബർസാൻ മാർക്കറ്റിൽ വെച്ചിട്ടാണ്. ലേഡീസ് മാർക്കറ്റ് എന്നാണ് പറയുന്നുണ്ടാവുക. ലേഡീസിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഒരു അനന്ത സാധ്യതകൾ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നടക്കല്ലേ റഹ്മാൻക സദകത്ത് വാ. ഇവിടെ ബർസാൻ മെഹർജാനിൽ മ്യൂസിക് ഇനി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടീം പോവാണ്. റെഡി? رمضان كريم. رمضان كريم. يا ستارت. يلا 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 صفها صفها يلا صف. رمضان كريم. رمضان كريم. اصحى يا نايم. اصحى يا نايم. واحد الدايم. واحد الدايم. رمضان كريم. صوموا لله دلدل. رمضان كريم. صوموا لله دلدل. اصحى يا نايم. اصحى يا نايم. واحد الدايم. واحد الدايم. اصحى يا غافي. اصحى يا غافي. واحد الله. واحد الله. رمضان كريم. صوموا لله دلدل. رمضان كريم. صوموا لله دلدل. رمضان كريم. صوموا لله دلدل. اصحى يا نايم. اصحى يا نايم. واحد الدايم. واحد الدايم. رمضان كريم. صوموا لله دلدل. رمضان كريم. ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഇത്രയും വലിയൊരു ഫെസ്റ്റിവൽ ഞാൻ സൗദിയിൽ കാണുന്നത്. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത? അതായത് ഈ സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ ടൂറിസ്റ്റിനെ ആകർഷിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ ഒരു രീതി എന്നുള്ള രീതിയിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ നല്ല രീതിയിൽ ഇവിടുത്തെ ആൾക്കാർക്ക് കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മഹർജാൻ എന്നാണ് പറയുക, ഒരു എക്സിബിഷൻ, ഒരു ഫെസ്റ്റിവൽ എല്ലാ ആഘോഷ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് റമളാന്, അതേപോലെ വരുന്ന ഇവിടുത്തെ ഈ നാഷണൽ ഡേയ്സ്, അങ്ങനെ വരുന്ന പല രീതിയിലുള്ള ആഘോഷങ്ങളും നടത്തപ്പെടുന്ന ഇവിടുത്തെ ആദ്യം ഉണ്ടായ ഹൈയിലുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ് ബർസാൻ എന്നറിയപ്പെടുന്ന ഈ മാർക്കറ്റ്. നമ്മൾ റിയാദിലെ ബത്തയൊക്കെ പോലെ, റിയാദിലെ ബത്ത, ജിദ്ദയിലെ ഷറഫിയ, ദുബായിലാണെങ്കിൽ ദേരയിലും. പക്ഷേ ഷറഫിയും ബത്തയൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശ മാർക്കറ്റുകളാണ്. ഇത് അറബ്സിന്റെ തനതായ ശൈലിയിലുള്ള അറബ്സ് മാർക്കറ്റാണ്. കാരണം ഇവിടുത്തെ സൗദി അറേബ്യയിലെ നമ്പർ 1 സൗദികളെ ആകർഷിക്കുന്ന ഏറ്റവും നല്ല മാർക്കറ്റാണ് ഇവിടുത്തെ ഹൈയിലുള്ള ബർസാൻ എന്ന മാർക്കറ്റ്. സ്വദേശികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വളരെ കംഫർട്ടബിൾ ആയി, പ്രത്യേകിച്ച് ലേഡീസിന് രാത്രി മുഴുവൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇതിന് കറക്റ്റ് ഇതിപ്പം പിന്നെ ഈ മാർക്കറ്റിനെ പറയുന്നത് തന്നെ ലേഡീസ് മാർക്കറ്റാണ്. ഹൈ ലേഡീസ് ബർസാൻ മാർക്കറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഈ ഒരു മാർക്കറ്റിനാണ്. കാരണം ഞാൻ 23 വർഷമായിട്ട് അതായത് എല്ലാം ഈ ഇവിടെ ഞങ്ങൾ നാടൻ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, കാരണം ഞങ്ങൾ സാധാരണ മസാലകൾ മുതൽ സ്വർണ്ണങ്ങൾ, ഏറ്റവും വലുത് സ്വർണ്ണ മാർക്കറ്റ് വരെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരൊറ്റ മാർക്കറ്റാണ് ഈ ബർസാൻ. എല്ലാ ദിവസവും ഉണ്ട്, 365 ഡേയ്സും ഈ മാർക്കറ്റ് ഓപ്പൺ ആണ്. ആ മാർക്കറ്റ് എല്ലാ ദിവസവും ഓപ്പൺ ആണ്. ഇപ്പൊ റമദാനിന്റെ ഭാഗമായിട്ടുള്ള വലിയ സെലിബ്രേഷൻസ് നടക്കുന്നത് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഡേയ്സിലായിരിക്കും. ഓൾറൈറ്റ്, ലേഡീസ് മാർക്കറ്റിലേക്ക് വരിക. ഇവിടുത്തെ ലോക്കൽ കൾച്ചർ എന്താണെന്ന് അറിയാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, മെഹർജാൻ ബർസാൻ. സൗദി യാത്രയുടെ ഓരോ ദിവസവും ഈ നാട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? മണൽക്കാട് എന്നുള്ളത്. ഞാൻ എപ്പോഴും തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് എപ്പോഴും പറയാറുള്ളത് തഞ്ചാവൂര്, ഹംപി, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകണം, നമ്മൾ ഇന്ത്യ എന്ത് എന്ന് അറിയണം എന്നുള്ളായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള മലയാളികളോട് പറയാണ്, ഇവിടെയുള്ളവർ മിനി സൗദിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ആളുകൾ, നിങ്ങൾ പോയി നോക്കണം സൗദിയുടെ ഓരോ സ്ഥലങ്ങൾ. ഈ കല്ലുകൾ ഒരു ചിത്രകാരനും ഒരു ശില്പിയും ഒന്നിച്ച് ചേർന്നിരുന്ന് എത്രയോ നൂറ്റാണ്ടുകൾ ഡിസൈൻ ചെയ്ത് അതിനുശേഷം വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ കൊത്തിവെച്ചുണ്ടാക്കിയ കല്ലുകൾ പോലെ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇതൊന്നും പ്രകൃതിദത്തമായി അങ്ങ് വന്നതാണോ, അതല്ലെങ്കിൽ ആരെങ്കിലും. എന്ത് ശില്പ ഭംഗി എന്നറിയാം ഓരോ കല്ലുകൾ. നിങ്ങൾ വെറുതെ നോക്കണം കേട്ടോ, ഞാൻ തമാശ പറയുന്നതല്ല. എനിക്ക് ഈ ക്യാമറയിൽ എൻ്റെ സങ്കടം എന്താണെന്നറിയോ, ഇപ്പം എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന ഈ സൗന്ദര്യം, ഈ പ്രകൃതി, അതുപോലെ പകർത്താൻ ലോകത്ത് ഒരു ക്യാമറയ്ക്കും കഴിയില്ല. അത് വന്ന് ആസ്വദിക്കുക തന്നെ വേണം. ഞാൻ
ഹായിൽ എന്നുള്ള സ്ഥലത്തിൽ നിന്ന് HAIL അവിടുന്ന് ത്വരൻ THUVARI എന്നാണ് തോന്നുന്നുണ്ട്. അവിടെയാണ് ഹാത്തിം തായിയുടെ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഹാത്തിം തായ് എന്നുള്ളത് ഈ ഹായിൽ നിവാസികളെ സംബന്ധിച്ച് ഒരു വലിയ ചരിത്ര പുരുഷനാണ്. ആ കഥയിലേക്ക് വരുന്നുണ്ട്. കാരണം ഹാത്തിം തായിയുടെ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസിലേക്കൊക്കെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അവിടേക്ക് കാരണം പുള്ളിയെപ്പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹത്തിനെ കാണണം എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും, ശത്രുക്കളാണെങ്കിലും മിത്രമാണെങ്കിലും, ഈ രണ്ട് വലിയ പാറക്കൂട്ടങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ തുരന്നുണ്ടാക്കിയതാണോ എന്ന് പോലും എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ടണല് പോലെയോ തുരന്നുണ്ടാക്കിയിട്ടുള്ള ഈ ചെറിയ വഴിയിലൂടെ വേണം പോകാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഹാത്തിം തായി ആഗ്രഹിക്കാത്ത, അനുവദിക്കാത്ത ഒരാൾക്കും അന്ന് ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കുമായിരുന്നില്ല. ഹാത്തിം തായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രവാചകൻ മുഹമ്മദ് നബിയുടെയൊക്കെ മുമ്പ് ഈ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളിപ്പോഴും വരുന്നുണ്ട്. ഈ ഹായിലുള്ള മുഴുവൻ കഥകളും ഹാത്തിം തായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കഥകളുണ്ട്. പക്ഷേ അതിൽ ഓരോന്ന് കാണുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ 150 ദിർഹം കൊടുക്കണം, ക്യൂ നിൽക്കണം. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല. എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ ഒരു ഫീലിൽ എല്ലാവരോടും എത്തിക്കുന്നത് എനിക്കൊരു വല്ലാത്തൊരു ക്രേസാണ്, ഒരു പാഷനാണ്. അതുകൊണ്ട് പറയാണ്, ബുർജ് ഖലീഫയുടെ മുകളിൽ അറ്റ് ദ ടോപ്പിൽ പലതവണ പോയ ഒരാളാണ് ഞാൻ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയിട്ട്, ബുർജിനെ ഞാൻ ഒരിക്കലും മോശമാക്കി കളയില്ല, അതൊരു മോഡേൺ ആർക്കിടെക്ചറാണ്. അതിനേക്കാൾ മനസ്സിനങ്ങ് നിറയിപ്പിക്കുക ചില കാഴ്ചകളുണ്ടല്ലോ, നമ്മളുടെ മനസ്സിൽ നിന്ന് ബാക്കി എല്ലാ ചിന്തകളങ്ങ് മായ്ച്ചു കളഞ്ഞ് നമ്മളും പ്രകൃതിയും മാത്രമായിട്ട് നിൽക്കുന്ന ചില മുഹൂർത്തങ്ങൾ ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നത് ഞാൻ വല്ലാതെ പോയറ്റിക് ആകുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, അത് ചെയ്യാതെ പറ്റില്ല. ആ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ രാത്രി കണ്ടിരുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ വിസ്മയിച്ചതിരുന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് ഏറ്റവും നല്ല കാഴ്ച എന്നുള്ളത്. പക്ഷെ ഞാനിപ്പം ഹാത്തിം തായിയുടെ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസിലേക്ക് പോകുമ്പം ഇവിടെ ഇങ്ങനെ നിർത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഒന്ന് വണ്ടി നിർത്തും, എനിക്ക് ഇവിടെ നിൽക്കണം. ഈ റൂട്ടിൽ ഇതിപ്പോൾ സമയം 11 മണിയാവുന്നു. ഏപ്രിൽ മാസത്തിലാണ് നിൽക്കുന്നത്, ഫസ്റ്റ് വീക്കിലാണ്. സാധാരണഗതിയിൽ ചൂടുണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ വരുന്ന ഒരു കാറ്റിൻ്റെ അതായത് ഒന്ന് ലോങ് ബ്രീത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള, നമ്മുടെ ശ്വാസകോശത്തിലുള്ള ഓരോ സെൽസും ഓരോ അറകളും നിറഞ്ഞ് തുളുമ്പുക എന്ന് പറയില്ലേ, അതിൻ്റെ ആ ഒരു ഓജസ് ശരിക്കും കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഈ പാറകൾ എത്ര നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ചെറിയ എന്താ ഇതിനൊക്കെ എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ വർണ്ണിച്ചു തരണം എന്നുള്ളത്. ചെറിയ പൂക്കളാണെന്നുണ്ടെങ്കിലും ചെറിയ പച്ചപ്പാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആട്, ഒട്ടകം, അവരുടെയൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ വിചാരിക്കും നജീബ് എന്നുള്ള ആ ഒരു സിനിമ, അല്ലെങ്കിൽ ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറോട് കൂടിയിട്ട് ആടുജീവിതത്തിനൊക്കെ അവസാനമായി എന്ന്. ഒരിക്കലും ഇല്ല. ആടുജീവിതങ്ങളൊക്കെ ഞാൻ കുറേ കാണുന്നുണ്ട്, അതിലേക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും നമ്മളുടെ സൈഡിൽ നമ്മൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പം ഈ പ്രകൃതിക്കുള്ളിൽ ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ നിൽക്കുന്ന വലിയൊരു ജനവിഭാഗം ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ മറന്നു പോകുന്നില്ല കേട്ടോ. അത് ഒരു മനസ്സിലുണ്ടാവണം. അതിലൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യും വേണം. അത് ഞാൻ ഇതിനെക്കൊണ്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഞാനിപ്പോഴും പറഞ്ഞു വരുന്നുണ്ട്, എൻ്റെ മനസ്സങ്ങ് ആ പാറയിലേക്കൊന്ന് നോക്കണം കേട്ടോ. ഏറ്റവും ടോപ്പിലുള്ള പാറയിൽ ഇങ്ങനെ വെച്ച പോലെ അതിനുള്ളിൽ വളരെ ക്ലിയർ സ്കൈ എന്ന് പറയുമ്പം ഒരു പൊല്യൂഷനും ഇല്ല, നോയ്സ് പൊല്യൂഷൻ ഇല്ല, പിന്നെ അതുപോലെ തന്നെ ബാക്കി സ്മോക്ക് പൊല്യൂഷൻ ഇല്ല, വേറെ ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഉൾപ്പെടാതെ നമ്മൾ പ്രകൃതിയിൽ അങ്ങ് ശരിക്കും ഒരു 10, 20, 30 ദിവസമൊക്കെ ഒരു മെഡിറ്റേഷൻ നടത്താനോ ഒരു റിട്രീറ്റിനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വരാൻ പറ്റുന്ന പലതരത്തിലുള്ള സസ്യജാലങ്ങൾ, പിന്നെ അതിനേക്കാൾ നല്ല പ്രകൃതി, അതിനേക്കാൾ ഇതിലുള്ള ശില്പഭംഗി, അതിനേക്കാൾ ചെറിയ ആട്ടിടയന്മാരുടെ കുഞ്ഞു സ്ഥലങ്ങൾ, ഇതെല്ലാം ആയിക്കൊണ്ട് ശരിക്കും കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ വിചാരിക്കും കേരളമാണ് ഭൂമിയിലെ സ്വർഗം, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയാറുണ്ടല്ലോ. കേരളം മാത്രമല്ല. ഷെമി ഒന്നിങ്ങോട്ട് വരാവോ? കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ ഷെമിയിലുള്ള കുട്ടിത്തം കണ്ടിട്ടുള്ളത്. കാരണം ഓടിച്ചാടി കിടക്കുന്നു, ആ പൂക്കളുടെ സെൽഫി എടുക്കുന്നു, ഈ പൂക്കളുടെ അടുത്ത് വന്നിരിക്കുന്നു. ഷെമി, ഇവിടെ എനിക്കൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമേ വിളിച്ചത്. കാരണം നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് നമ്മൾ പ്രവാസത്തിലാണല്ലോ. ആ പ്രവാസത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് എപ്പോഴും എനിക്ക് നാട് മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് പണ്ട് ഇപ്പോൾ തൊട്ടി ഉണ്ടായിരുന്നു, കയറുണ്ടായിരുന്നു, ഇപ്പം അതില്ല. പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ആ കിണറ്റിൽ നിന്ന് കോരിയിട്ടുള്ള വെള്ളം
തലയിലൊഴിച്ച് കുളിക്കുന്ന സമയത്ത് 5 വയസ്സ് കുറഞ്ഞ പോലെ മുഖത്തുള്ള ആ സ്ട്രെസ്സ് മുഴുവൻ, തലയിലുള്ള വേദന മുഴുവൻ അങ്ങ് മാറുന്ന ഒരു ഫീല് കിട്ടും. അതുകൊണ്ടാണ് എനിക്കെപ്പോഴും ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നാട്ടിലേക്ക് പോകാൻ പറ്റുന്ന അതേ ഒരു ഫീല് കിട്ടി. ഇന്ന് രാവിലെ നല്ല തണുപ്പാണ്, കുളിക്കാൻ തോന്നുന്നില്ല. മുഖം കഴുകിയപ്പം ആ മുഖത്തേക്ക് ലോകത്തിലെ ഏറ്റവും വില കൂടിയ എല്ലായിടത്തുനിന്നും കിട്ടും. ദിവസവും കുളിക്കുകയാണെങ്കിൽ എല്ലായിടത്തുനിന്നും ആ ഒരു യുവത്വം എല്ലാം നിലനിർത്താൻ പറ്റും. എല്ലാം പോയി. മനസ്സിലായല്ലോ? ഇത്രയും ഭംഗിയിൽ ആസ്വദിച്ച് ഞാൻ പറഞ്ഞതായിരുന്നു. എല്ലാം കൈവിട്ട് പോയിട്ടുണ്ട്. ഇനി പൊക്കുളിന് വേണ്ട ക്ഷമ ശരിയാവില്ല കേട്ടോ. എല്ലാ ദിവസവും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കേരളത്തിലെ പച്ചവെള്ളത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഊർജ്ജമുണ്ട്. അത് തലയിൽ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രസരിപ്പുണ്ട്. ആ പ്രസരിപ്പ് ഒരു 20 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഹായിലിൽ വന്ന് ഇന്ന് രാവിലെ ആ തണുത്ത വെള്ളം തലയിൽ ഒഴിച്ചിട്ട് കുടിച്ചിട്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുള്ള ഓക്കെ ഷമി, മൈക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ കേട്ടിട്ടില്ല. 20 വർഷമായിട്ട് കുളിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഷമി. ഇതല്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രകൃതിയിൽ അലിഞ്ഞ് ചേർന്ന് ആസ്വദിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗമാണ്. നമ്മളുടെ കൂടെ നമ്മൾ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വളരെ റിസ്ക് എടുത്തിട്ടാണ് നമ്മളുടെ കൂടെയുള്ള റഫീഖ് ഭായ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. റഫീഖ് ഭായ് പറഞ്ഞിട്ട് തണുത്ത് വരച്ചിട്ട് കുളിക്കണോ എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിൽ കയറിയിട്ട് 15 മിനിറ്റ് ആൾ ഷവറിന് കീഴിൽ തന്നെ നിന്നു. ഇത് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലാന്ന് ഞാൻ റഫീഖ് ഭായിനെ വിളിച്ചിട്ട് കാണിച്ചു തരാം. കാരണം പുള്ളി പറയായിരുന്നു, ഞാനും ഒരു 17 വർഷമായിട്ട് സൗദിയിൽ ജീവിക്കുന്നു, പക്ഷെ ഈ ഒരു ഫീല് കിട്ടിയിട്ടില്ല എന്ന്. കാരണം എന്താ? അത്രയും ശുദ്ധമായ വെള്ളം, അത്രയും ശുദ്ധം. ഷമി ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഷമി, ഇന്നലെ നമ്മൾ മറ്റേ ഇഫ്താറിനും ഗ്യാതറിങ്ങിനൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ. എല്ലാവരും അവരുടെ പ്രായത്തേക്കാൾ ചെറുപ്പമായിരുന്നു. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുട്ടികളാണെങ്കിലും മുഖത്ത് അവർക്കൊരു സ്ട്രെസ് ഇല്ല. അവർ വളരെ പ്രസരിപ്പാണ്, അവർ വളരെ ചെറുപ്പാണ്. ആ മൊയ്തുക്ക 40 വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു 35-നപ്പുറത്തേക്ക് പ്രായം പറയില്ല. എല്ലാവരും തന്നെ വേറെ രാഖി എന്ന് പറഞ്ഞൊരു പയ്യനെ കണ്ടു കേട്ടോ. അപ്പോൾ പുള്ളിയോട് ചോദിക്കുന്ന സമയത്ത് മോന് ഇവിടെ ലണ്ടനിൽ കോളേജിൽ പഠിക്കുകയാണെന്ന് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 22-25 വയസ്സുള്ള ഒരു പയ്യൻ. ആ രീതിയിലേക്ക് ഇവിടുത്തെ ശുദ്ധവെള്ളവും ശുദ്ധവായും ശുദ്ധ മനുഷ്യരും അതിനേക്കാൾ ഇതുപോലെ അത് വെറുതെ നമ്മൾ സ്ട്രെസ് വരുന്ന സമയത്ത് ആ പാറയിലേക്ക് നോക്കി സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ കാണുമ്പോഴേ ചുറ്റിലും മലകളാണ്. ഓക്കെ, പച്ചപ്പ് വളരെ കുറവാണ്. പക്ഷെ എന്നിട്ടും നല്ലൊരു വെതർ, ഒരു നല്ല നമ്മളെ ഒരു സുഖമുള്ള ഒരു അനുഭവിക്കാൻ പറ്റുന്ന കിട്ടാറില്ല. കാഫ് മല കണ്ട പൂങ്കാറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കാരൊക്കെ നീ കൊണ്ടുവന്നാട്ടെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ടായിരുന്നല്ലോ. ഓക്കെ, എൻ്റെ എല്ലാ സംഗതികളും കൈവിട്ടു പോയിട്ടോ. ഏതായാലും ഇവിടെ ജീവിതത്തിൽ ഒരിക്കൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാഷണൽ ജിയോഗ്രഫിക്ക് കേരളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വല്ലാതെ മിസ് ചെയ്ത് പോകുന്ന സ്ഥലമെന്നാണ് കേരളത്തിന്. ഗോഡ്സ് ഓൺ കൺട്രിയാണ്, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ എനിക്ക് ആ കേരളം പോലെ തന്നെ തോന്നി ഇവിടുത്തെ ശുദ്ധവായുവും ശുദ്ധജലവും ഈ പ്രകൃതിയും. ഹംപിയിൽ പോയ അതേ ഒരു പാറക്കെട്ടുകളുടെ കൂട്ടങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പം ഇനിയും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഇങ്ങനെ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹമില്ല. വന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. ഞങ്ങളിപ്പോഴും ഈ സൗദിയിൽ നിന്ന്, അതായത് ഒരു കുറച്ച് മണിക്കൂർ നിൽക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ഹായിൽ ഇപ്പം നമ്മൾ 3-ാമത്തെ ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ നഗരം നമ്മളിവിടെ പിടിച്ചങ്ങ് നിർത്തിയിരിക്കുക. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ പെടുത്തിയത്. സത്യം.